അൽ ചൈന ഡെയിലി വ്ലോഗ് സീരീസ്. ഓഫീസിൽ കുത്തിയിരുന്ന അടുത്ത് ഞാൻ ബേശിയോടും ടാറ്റ പറഞ്ഞ് ഓഫീസും പൂട്ടി ചൈനയോടും ടാറ്റ പറഞ്ഞ് നേരെ കാറിൽ കയറി എയർപോർട്ടിലേക്ക് എത്തിപ്പെട്ടു. ലഗേജ് വെയിറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന എന്തൊക്കെയോ സാധനങ്ങൾ എടുത്ത് നേരെ പള്ളയെ കളഞ്ഞതിന് ശേഷം എങ്ങനെയെല്ലാമോ ബോർഡിംഗ് പാസ് കിട്ടി അവസാനത്തെ ആളായി ഞാൻ അങ്ങനെ ഫ്ലൈറ്റിലേക്ക് കയറി. ഞാൻ ഇവിടെ നിന്ന് ഉരുകിക്കൊണ്ടിരിക്കുക. ഞാൻ മേളിലിട്ടതൊക്കെ ഊരി സൈഡിലിട്ടേക്കണം. 1 2 അവിടെ താഴെ 2 പിന്നെ ഇട്ടേക്കണ താഴെയാ. അത് കാണാൻ കാണിക്കണോ? ചെറുതായിട്ട് കാണിക്കാം. 1 2 3 ചൂടെടുത്തിട്ട് ഉരുകിക്കൊണ്ടിരിക്കുക ഫ്ലൈറ്റിന്റെ ഉള്ളിൽ നിന്ന്. തായ്ലൻഡിൽ ഇറങ്ങുമ്പോൾ ആദ്യം കിട്ടുന്ന ട്രിപ്പാണ് ഒരു 1/4 കിലോമീറ്റർ നീണ്ട ഒരു എമിഗ്രേഷൻ ക്യൂ. അതിനുശേഷം ATM-ൽ നിന്ന് കുറച്ച് പൈസയും എടുത്ത് പട്ടായയ്ക്കുള്ള വെളുപ്പാങ്കാലം 7 മണിക്കുള്ള ആദ്യത്തെ ബസ് പിടിച്ചു. എയർപോർട്ടിൽ നിന്ന് പട്ടായയ്ക്കുള്ള ബസ്സിന്റെ ഫീസ് വരുന്നത് ഏകദേശം ഇന്ത്യൻ റുപ്പി 320 രൂപയാണ്. എന്റെ അപ്പുറം ഇരിക്കുന്ന ഈ അപ്പാപ്പൻ എയർപോർട്ടിൽ ഇറങ്ങിയ വഴി തന്നെ അടിച്ച് പട്ടായി കിടന്ന് ഉറങ്ങുന്നതാണ്. ഈ ചങ്ങായി എന്നോട് ചോദിച്ചാണ് ഈ വണ്ടിയിൽ വരെ കയറിയത്. ബസ്സിൽ നിന്നിറങ്ങി പട്ടായിക്ക് കാല് കുത്തി നേരെ കുറച്ചു നേരം നടന്ന ഒരു സ്ഥലത്ത് കുത്തിയിരുന്നതിന് ശേഷം നേരെ ഇവിടുത്തെ ടാക്സി ബുക്ക് ചെയ്തു. ഗ്രാബ് എന്ന ആപ്പ് വഴിയാണ് ടാക്സി ബുക്ക് ചെയ്യുന്നത്. ഇതാണ് ഇവിടെ ഏറ്റവും ചീപ്പ്. അങ്ങനെ ടാക്സിയിൽ കയറി വളരെ കുപ്രസിദ്ധമായ പട്ടായ വാക്കിംഗ് സ്ട്രീറ്റിന്റെ അവിടെ ഇറങ്ങി നേരെ കുറച്ചു നേരം മുന്നോട്ട് നടന്ന് ഞാനങ്ങനെ എൻ്റെ റൂമിലേക്ക് എത്തി. വളരെ ടയേർഡായ ഞാൻ റൂമിലേക്ക് എത്തിയപ്പോൾ ഈ റൂം ഇതുവരെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടില്ല, പോയി 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വായെന്ന് പറഞ്ഞു. ദീർഘനേരത്തെ കാത്തിരിപ്പിന് ശേഷം ഞാനങ്ങനെ റൂമിലേക്ക് എത്തിയപ്പോഴാണ് മനസ്സിലായത് ഞാൻ ആദ്യം പോയി കാർഡ് ഇട്ട് കുത്തിയത് 301-ലും എൻ്റെ കാർഡ് നമ്പർ 310-ഉമായിരുന്നു. തായ് ഭാഷ അറിയില്ലെങ്കിലും അവർ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. മൊണ്ണ നിന്റെ 310 റൂമുള്ള നീ 301-ൽ പോയി കുത്തിയാൽ എങ്ങനെയാണ് തുറക്കുന്നതെന്നാണ് ഉദ്ദേശിച്ചത്. എന്തൊക്കെ പറഞ്ഞാലും 1550 രൂപയ്ക്ക് ഈ റൂം അടിപൊളി തന്നെയാണ്. ഈ പൈസയ്ക്ക് ഇവിടെ ഒരു റൂം ഇങ്ങനെ കിട്ടുക എന്ന് പറയുന്നത് വളരെ ലക്കാണ്.